വിശദമായി നോക്കാം. വിലക്കയറ്റ നിയന്ത്രണത്തിന് പുതിയ നയം പരിഗണനയിലുണ്ടെന്ന് UAE സാമ്പത്തിക കാര്യമന്ത്രി. ഇത് സംബന്ധിച്ചുള്ള പഠനം പുരോഗമിക്കുകയാണെന്നും അബ്ദുള്ള ബിൻ തൂഖ് വ്യക്തമാക്കി. UAEയിൽ അവശ്യവസ്തുക്കളുടെ വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള പഠനം പുരോഗമിക്കുകയാണ്. ഉപഭോക്താക്കൾക്കും വിതരണക്കാർക്കും പ്രാദേശിക ഉൽപ്പാദകർക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും പുതിയ നയം എന്ന് UAE സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൂഖ് വ്യക്തമാക്കി. UAEയുടെ പാർലമെന്ററി ബോഡിയായ ഫെഡറൽ നാഷണൽ കൗൺസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ ന്യായനിരക്കുകൾ നിലനിർത്താനും വില നിശ്ചയിക്കുന്നതിലെ അശാസ്ത്രീയത പരിഹരിക്കാനും പുതിയ നയത്തിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ കഴിഞ്ഞ മാർച്ചിൽ കോഴിമുട്ടയുടെയും കോഴി ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ താൽക്കാലികമായി 13% വർധന സാമ്പത്തിക മന്ത്രാലയം അംഗീകരിച്ചിരുന്നു. വില വർധന സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അബ്ദുള്ള ബിൻ തൂഖ് വിലയിരുത്തി. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ആലോചനയില്ലെന്ന് സാമ്പത്തിക മന്ത്രാലയത്തിലെ മോണിറ്ററിംഗ് ആൻഡ് ഫോളോ അപ്പ് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അൽ ഷംസി അറിയിച്ചു. അധികൃതർ നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതൽ ഈടാക്കാൻ വ്യാപാരികൾ അനുമതി തേടണം. ദീർഘകാല നയങ്ങൾ പണപ്പെരുപ്പം 5% താഴെയായി നിലനിർത്താൻ സഹായിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ന്യൂസ് 18 ദുബായ്. UAEയിൽ താമസ വിസയുള്ളവർക്ക് 15 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ സൗകര്യം ലഭ്യമാകും. അർമേനിയ, അസർബൈജാൻ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് സൗകര്യം ഒരുങ്ങുന്നത്. പാസ്പോർട്ടും വിസയും ഉണ്ടെങ്കിൽ സൗകര്യം ലഭ്യമാകും. നിശ്ചിത സ്ഥലത്തെത്തി വിമാനത്താവളത്തിൽ നിന്ന് വിസ എടുക്കാവുന്നതാണ്.